ഹലോ ഫ്രണ്ട്സ്, എയ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിമോജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് മാത്സ് സെഷനാണ് നോക്കാൻ പോണത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റും LD ബെഫ്കോയും അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGSുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ബാക്കി തുടർച്ചയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയെടുക്കുക, വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സെഷനിൽ കയറല്ലേ, വൈകുന്നില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സമഗുണിത ശ്രേണി. അതായത് നമുക്ക് നോക്കുകയാണെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞ പോലെ തന്നെ സമഗുണിത ശ്രേണി, ജോമെട്രിക് പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇത്രയുള്ള 10, 30, 90 എന്ന സമഗുണിത ശ്രേണിയുടെ ഏഴാം പദം എത്ര എന്നുള്ളതാണ്. അപ്പോൾ സമാന്തര ശ്രേണി പഠിച്ചിട്ടുണ്ടാകും. സമാന്തര ശ്രേണി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് ഒരേ പൊതുവ്യത്യാസത്തിൽ പോകുന്ന ശ്രേണിയാണ് സമാന്തര ശ്രേണി. അതേപോലെ തന്നെ പൊതുഗുണിതം, ഒരേ പൊതുഗുണിതത്തിൽ ഗുണിച്ചു പോകുന്ന ശ്രേണിയാണ് സമഗുണിത ശ്രേണി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 10, 30, 90 എന്ന സമഗുണിത ശ്രേണിയുടെ ഏഴാം പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏഴാം പദം കാണാനുള്ള ഒരു ഫോർമുലയുണ്ട്. ഇപ്പം നമുക്ക് ആദ്യ പദം എയും ഇതേ തന്നെ. ഇവിടെ നമുക്ക് പൊതുഗുണിതം എന്ന് പറയുന്നത് 10നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 30 ആക്കാൻ പറ്റുമോ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കടാ. 10നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ ഇൻറ്റു 3 ചെയ്താൽ നമുക്ക് 30 ആക്കാം അല്ലേ? 30നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 90 ആക്കാം? ഇൻറ്റു 3. അപ്പോൾ 90 ആവും. അപ്പോൾ ഒരേ പൊതുഗുണിതം, ഇവിടെ ഗുണിച്ചിരിക്കുന്ന പൊതുഗുണിതം എത്രയാണ്? അതാണ് കോമൺ റേഷ്യോ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ പദത്തെ എ എന്നും ഇവിടെ പൊതുഗുണിതത്തെ ആർ എന്നും നമ്മൾ വിളിക്കും. പൊതുഗുണിതത്തെ ആർ എന്നും നമ്മൾ വിളിക്കും. അപ്പോൾ ആദ്യ പദം എയും പൊതുഗുണിതം ആറുമാണെങ്കിൽ ഇവിടെ ഏഴാം പദം കാണാനുള്ള ഫോർമുല എത്രയാണ്? ഒന്നുമില്ല. എ ഇൻറ്റു ആർ. ഈ ആറിൻ്റെ പവറിൽ n-1. എന്താണ് എന്നെന്ന് ചോദിച്ചാൽ അതിൽ പദങ്ങളുടെ എണ്ണം, എത്ര പദങ്ങളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്? ഏഴാം പദം എത്രാം പദമാണോ ചോദിച്ചിരിക്കുന്നത് ആ പദമാണ് ആ n എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത്രയുള്ള 10 ഇൻറ്റു 6 എന്ന് പറയുന്നത് എത്രയാണ്? 6 കാണാൻ ഇത്രയേ ഉള്ളൂ. എന്താണോ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. അവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ ഡിവൈഡഡ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം. ഇത്രയുള്ള സെക്കൻഡ് ടേം 30 ഡിവൈഡഡ് ബൈ 10 എന്ന് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ 6 കിട്ടും 3. അത് തന്നെയാണ് ഇൻറ്റു 3. ഏത് സംഖ്യ കൊണ്ടാണോ ഗുണിക്കുന്നത് അത് കിട്ടാനുള്ളതാണ് സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഫസ്റ്റ് ടേം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നിരിക്കട്ടെ, തേർഡ് ടേം ഡിവൈഡ് ബൈ സെക്കൻഡ് ടൈം ചെയ്താലും മതി. എവിടെ നിന്നായാലും ശരി തൊട്ട് മുൻപുള്ള സംഖ്യയെ ഹരിച്ചാൽ കിട്ടുന്നതായിരിക്കും നമുക്ക് പറയുന്ന പൊതുഗുണിതം കിട്ടിക്കഴിഞ്ഞു അല്ലേ? അപ്പോൾ പൊതുഗുണിതം 3 കിട്ടി. ഇനി n-1 7 - 1 പറഞ്ഞ എന്താ നിങ്ങളെ വരെ 10 ഇൻറ്റു 3 പവർ 6. ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് 10 ഇൻറ്റു 3 പവർ 6 എന്ന് പറയുന്ന സമയത്ത് 10 ഇൻറ്റു 3 പവർ 6 എന്ന് പറയുന്ന സമയത്ത് ഇത്രയുള്ള 3നെ 6 വട്ടിട്ട് ഗുണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് 3 ഇൻറ്റു 3 9, 3 ഇൻറ്റു 3 9, 3 ഇൻറ്റു 3 9. അതായത് 9ൻ്റെ ക്യൂബ് എടുത്താലും മതി. 9ൻ്റെ ക്യൂബ് എത്രയാണ് കിട്ടിക്കഴിഞ്ഞു? 729. അപ്പോൾ 729 ഇൻറ്റു 10. എൻ്റെ ആൻസർ സിമ്പിളായി കിട്ടി 7290. 7290 ഓപ്ഷനിലില്ലേ? ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സമഗുണിത ശ്രേണിയുടെ n-ാം പദം കാണാനുള്ള ഫോർമുലത്തിലുള്ള ഇത്ര എ ഇൻറ്റു ആർ പവറിൽ n-1 കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്തെ സമഗുണിത ശ്രേണിയായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊന്ന് നോക്കി എടുത്തെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. അപ്പോൾ ഉത്തരം നമുക്ക് 7290. ഓക്കെ, നെക്സ്റ്റ് വൺ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്ററാണ് ദശാംശ സംഖ്യകളും ഫ്രാക്ഷൻസും അല്ലേ? ഇപ്പോൾ അടുത്ത കാലത്തുള്ള എല്ലാ എക്സാംസിലും ഉറപ്പായി പറയാം, കമ്പനി ബോർഡ് LGSലും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിലും ഈ 3 എക്സാമിലും LD ബെഫ്കോയിലും കൺഫേം ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടാകും. ഇതിൽ ഏറ്റവും മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ കൂട്ടാനും കുറക്കാനും കാര്യങ്ങളൊക്കെ പഠിക്കും. പക്ഷേ ഏറ്റവും മെയിനായിട്ട് ഈ പോയിന്റിലേക്ക് ആക്കുക എന്നുള്ള ഒരു കാര്യം നമ്മൾ പഠിക്കാറില്ല. അപ്പോൾ ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ തന്നിരിക്കുന്നത് 17/125ൻ്റെ ദശാംശ രൂപം എത്ര?
17/125ൻ്റെ ദശാംശ രൂപം എത്ര? ഇത്രേ ഉള്ളൂ. ഇത് ദശാംശത്തിലാക്കണമെങ്കിൽ ആക്ച്വലി 17നെ 125 കൊണ്ട് ഹരിക്കണം. ഇത് ഹരിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്ക് എക്സാം കഴിഞ്ഞ് ഏകദേശം എല്ലാവരും പോവും. അപ്പോൾ നമുക്ക് ഇതിനൊരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് ചോദിച്ചാൽ ആ ഷോർട്ട് കട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ശ്രദ്ധിക്കണേ. ഇത്രയേ ഉള്ളൂ. ഒരു ഭിന്നസംഖ്യയെ ദശാംശത്തിലാക്കുമ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഞാനൊരു നോർമലായിട്ടൊരു സംഖ്യയാണ് 7/100. 7/100 ഇതിനെങ്ങനെ നമുക്ക് ദശാംശത്തിലേക്ക് മാറ്റാം? ഒരു ഭിന്നസംഖ്യയുടെ താഴെ 10ഓ 100ഓ 1000ഓ 10000ഓ 10ഓ 100ഓ 1000ഓ 10000ഓ ഒന്നിൻ്റെ കൂടെ 0 വരുന്ന പോലൊരു സംഖ്യ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് പോയിന്റ് ആക്കാൻ പറ്റും. എങ്ങനെ ആക്കാം? ഈ 7നെ അതുപോലെ എഴുതി ഈ ഒന്നിൻ്റെ കൂടെ എത്ര സീറോസ് ഉണ്ടോ അത്രയും സ്ഥാനം പിന്നോട്ട് വരിക. ഇവിടെ 1, രണ്ടാമത്തെ ഡിജിറ്റ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു 0 കൊടുക്കുക, എന്നിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. എൻ്റെ ആൻസർ 0.07. ഒന്നുകൂടി ഇത്രയേ ഉള്ളൂ. 13/1000 എന്നുള്ളൊരു ഉത്തരം കിട്ടി. 13/1000 എന്നൊരു ഉത്തരം കിട്ടി. ഇതിനെ നമുക്ക് എങ്ങനെ പോയിന്റ് ആക്കാം? പറഞ്ഞോടാ. 13 എന്ന് എഴുതി അതിന് ശേഷം ഇതിൽ എത്ര സീറോസ് ഉണ്ടോ അത്രയും സ്ഥാനം പിന്നോട്ട് വരിക. ഇവിടെ 1, 2, മൂന്നാമത് ഡിജിറ്റ് ഇല്ലെങ്കിൽ ഡിജിറ്റ് ഇല്ലാത്തവർക്കൊക്കെ നമുക്ക് 0 കൊടുക്കാം. നോക്കടാ, കിട്ടിയടാ 0.013. ആ മെത്തേഡ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകണം. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഭിന്നസംഖ്യയുടെ താഴെ 10ഓ 100ഓ 1000ഓ ഒന്നുമല്ല, 125ആണുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ താഴെ 10ഓ 100ഓ 1000ഓ എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് പോയിന്റ് ഇടാമല്ലോ. അപ്പോൾ ആ മെത്തേഡ് നമ്മളിവിടെ യൂസ് ചെയ്യാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 125 കഴിഞ്ഞിട്ട് ഒന്നിൻ്റെ കൂടെ 0 വരുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിതിൽ ഏത് പറയാം? 10 ഉണ്ട്, 100 ഉണ്ട്, 1000 ഉണ്ട്, 10,000, 10,000 ഉണ്ട്, 1,00,000 ഇങ്ങനെ പോകും. ഇതിൽ 125 കഴിഞ്ഞിട്ട് ഒന്നിൻ്റെ കൂടെ 0 വരുന്നൊരു സംഖ്യ പറഞ്ഞാൽ അതിൽ ഏത് പറയടാ? നോക്കണമെങ്കിൽ 1000 പറയാം. 125നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 1000 ആക്കാം? എന്തുകൊണ്ട് ഗുണിച്ചാൽ? പറഞ്ഞോ. 125 250, 250 500, 500 1000. അപ്പോൾ ഇൻറ്റു 8 അല്ലേ? 8. അതേ 8 കൊണ്ട് മുകളിൽ ഗുണിക്കാം. കാരണം എന്താ ചോദിച്ചാൽ ഒരു ഭിന്നസംഖ്യയുടെ അംശവും ഛേദമെന്ന് പറഞ്ഞാൽ ഒരേ കുടുംബത്തിലെ ഏട്ടനനുജനാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഇവൻ എന്ത് കൊടുത്താലും ശരി മുകളിലുള്ളവനും കൊടുക്കുക, താഴെ എന്ത് കൊടുത്തോ അത് തന്നെ മുകളിലും കൊടുക്കുക. ഇപ്പം നോക്കടാ, ഒന്നുമില്ല. 17 × 8 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 136 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 1000 കൊടുത്തു. സിമ്പിൾ. ഇവിടെ നോക്കടാ, ഇനി പോയിന്റ് ആക്കിക്കൂടെ? നേരത്തെ പറഞ്ഞല്ലുള്ളൂ എന്ത് ചെയ്യണം? ഈ 136 എന്ന് എഴുതി ഇതിൽ എത്ര പൂജ്യങ്ങളുണ്ടോ ദയവായി ശ്രദ്ധിക്കണം. ഒരിക്കലും ഒന്നെടുക്കരുത്. അതിൽ എത്ര പൂജ്യങ്ങളുണ്ടെന്ന് മാത്രമേ നോക്കാവുള്ളൂ. എത്ര പൂജ്യങ്ങളുണ്ട്? 3 എണ്ണം. 3 സ്ഥാനം പിന്നോട്ട് വാ. പരിപാടി കഴിഞ്ഞു. 0.136 ഓപ്ഷനിലില്ലേ? ഇല്ല, ഇതാ സി ഓപ്ഷൻ. ഇതും സി ഓപ്ഷനിലുണ്ട്. സെറ്റ്. ഇപ്പോൾ നോക്കട്ടെ, നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് ഞാൻ ഒന്നും കൂടി പറയണേ. ഇപ്പോൾ നോക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ 9 എനിക്കൊരു ഉത്തരം കിട്ടുകയാണ് 500. ഇതെങ്ങനെ നമുക്കത് മാറ്റാം? പോയിന്റിലേക്ക് മാറ്റാം. ഇവിടെ നോക്കടാ, നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ 500 കഴിഞ്ഞാൽ ഒന്നിൻ്റെ കൂടെ 0 വരുന്ന സംഖ്യ 1000 തന്നെ. അപ്പോൾ ഇൻറ്റു എത്ര 500 ചേർന്നാൽ 1000 ആവാ? 2. അതേ ഇൻറ്റു 2 മുകളിൽ കൊടുക്കുക. താഴെ എന്ത് കൊടുത്താലും മുകളിലും കൊടുക്കാം. അപ്പോൾ 18/1000. എൻ്റെ ആൻസർ 18 എഴുതി 3 പൂജ്യത്തിന് 3 സ്ഥാനം പിന്നോട്ട് വരിക. സിമ്പിൾ. കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് തരുകയാണ്. ഇത്രയുള്ള നമുക്ക് നോക്കുകയാണെങ്കിൽ 11/2500. 11/2500 ചെയ്താൽ എന്ത് ഡെസിമൽ പോയിന്റ് വരും എന്നുള്ളത്, അതായത് എന്തായിരിക്കും ദശാംശ ഉത്തരം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ചെയ്യില്ലേ? ചെയ്യും, എനിക്ക് ഉറപ്പാ. ഇവിടെ നോക്കണേ, 2500 കഴിഞ്ഞാൽ ഒന്നിൻ്റെ കൂടെ 0 വരുന്ന സംഖ്യ ഇതിൽ ഏതാണെന്ന് ഓർത്താൽ മതി. അതിലേക്ക് മാറ്റുക, പോയിന്റ് ഇടാം. സെറ്റല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് 1നും 60നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക. 1നും
60നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് എണ്ണൽ സംഖ്യ എന്നുള്ള ചാപ്റ്റർ, അത് നമ്പർ സിസ്റ്റം പഠിക്കുന്ന സമയത്ത് എണ്ണൽ സംഖ്യകളുടെ തുക എന്നുള്ള ഫോർമുല നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? എന്താണ് പറഞ്ഞോ? n × n+1 / 2. ഇതാണ് എണ്ണൽ സംഖ്യകളുടെ തുക എന്നുള്ള ഫോർമുല. ഇതിൽ ഇരട്ട സംഖ്യകളുടെ തുക, അതായത് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക എന്നുള്ള ഫോർമുലയാണ് കേട്ടോ. ഇതേ ഇരട്ട സംഖ്യകളാണെങ്കിൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ പോവും, 2, 4, 6 സംതിങ്. ഇപ്പോൾ ഒരു ഏകദേശം 30 വരെ ഇട്ടാൽ നമുക്ക് അതിൻ്റെ തുക കാണണം. അതിനുള്ള ഫോർമുല എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഫോർമുല തന്നെ ഓർത്ത് വയ്ക്കുക. അതിനുശേഷം ഇരട്ട എന്ന് പറയുന്ന സമയത്ത് ഇരട്ട ഒഴിവാക്കുക, താഴെയുള്ള ഇരട്ട ഒഴിവാക്കി. ഇപ്പം മുകളിൽ എന്താ ഉള്ളത്? n × n+1. അപ്പോൾ n × n+1 എന്ന് പറയുമ്പോൾ ഇതിലെ എണ്ണമാണ് n. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് 1നും 60നും ഇടയ്ക്ക് വരുന്നാന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ 1 കഴിയും വേണം, 60ന് തൊട്ട് മുൻപുമായിരിക്കണം. അങ്ങനെ വരുന്ന ഇരട്ട സംഖ്യ ഏതൊക്കെയാണ്? ഒന്ന് പറഞ്ഞോ. 2 + 4 + എക്സെട്രാ പ്ലസ്. ഏതുവരെ എടുക്കണം? 60 എടുക്കാൻ പറ്റുമോ? 60 എടുക്കാൻ പറ്റുമോ? പറ്റൂല. അവിടെ എടുക്കേണ്ടത് ഏതാണെന്ന് ചോദിച്ചാൽ 58 വരെ പറ്റുള്ളൂ. കാരണം ഇടയ്ക്ക് എന്നുള്ളൊരു വാക്കുണ്ട്, അവിടെ ശ്രദ്ധിക്കുക. അപ്പം നോക്കടാ, ഇനി ഇതിലെ ഈ ഇരട്ട സംഖ്യകൾ കൂട്ടിയാൽ എന്ത് കിട്ടുന്നതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഫോർമുല എത്ര ഉള്ളൂ? n × n+1. സെറ്റല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, പിള്ളേർ ഈ ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ പറയുന്ന സമയത്ത് നേരെ കൊണ്ടുപോയി 58നെ കൊണ്ടുപോയി എന്നിൽ ആഡ് ചെയ്യും, അത് ഇത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, n എന്ന് പറഞ്ഞാൽ എണ്ണം എന്ന് പറയുമ്പോൾ 58 വരെ 58 ഇരട്ട സംഖ്യ ഉണ്ടോ? ഉണ്ടാവോ? ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം ഞാൻ പറയണേ, 10 എണ്ണസംഖ്യ വരെ എത്ര ഇരട്ട സംഖ്യ ഉണ്ടാവും? 5 ഇരട്ട സംഖ്യ, 5 ഒറ്റ സംഖ്യ. 20 വരെ 10 ഒറ്റ സംഖ്യ, 10 ഇരട്ട സംഖ്യ. അതായിരിക്കില്ലേ കോമ്പിനേഷൻ? അങ്ങനെയാണെങ്കിൽ 58 വരെ എത്ര ഉണ്ടാവും ചോദിച്ചാൽ ഒന്നുമില്ല, ഇതിൻ്റെ പകുതി എണ്ണമേ ഉണ്ടാവുള്ളൂ. 58ൻ്റെ പകുതി. ഇപ്പോൾ 60 എണ്ണം എങ്ങനെ ഉണ്ടാവും? 30 ഇരട്ട, 30 ഒറ്റ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ എടുക്കേണ്ട എണ്ണം ശ്രദ്ധിക്കുക. ഇവിടെ എടുക്കേണ്ട എണ്ണം 29 ഇൻറ്റു 29 + 1. ഇത്ര വേണം? 29 ഇൻറ്റു 30. ഇതാകുന്ന സമയത്ത് 29 ഇൻറ്റു 3 ഗുണിക്കുന്ന സമയത്ത് 87 കിട്ടും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫുള്ളായി ഗുണിക്കേണ്ട ആവശ്യമില്ല. 29 ഇൻറ്റു 3 ചെയ്യുക, കൂടെ ഈ ഒരു 0 കൂടി ഇടാൻ മറക്കാതിരിക്കുക. എൻ്റെ ആൻസർ 870. ഒരേ ഉഷാർ. കിട്ടിയില്ലേ? സെറ്റല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ ഒറ്റ സംഖ്യകളുടെ തുകയാണുള്ള ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ അഡീഷണലായി പറയണേ n² ആണ് കേട്ടോ. എത്രയാണോ എണ്ണം അതിൻ്റെ സ്ക്വയർ, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ ഇത്രയേ ഉള്ളൂ, 870. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം അല്ലേ? ഓപ്ഷൻ ഡി 870. അടുത്തത് നമുക്ക് നോക്കുകയാണെങ്കിൽ രഘു തൻ്റെ ക്ലോക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലേ? പക്ഷേ ക്ലോക്കല്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറക്ഷൻ കൂടി മിക്സാണ്, രണ്ടും കൂടി ചേർത്തിട്ടല്ലേ. അപ്പോൾ ഇവിടെ ഡയറക്ഷനാണ് ഈ ആക്ച്വലി ക്വസ്റ്റ്യൻ. ഇത്രയേ ഉള്ളൂ. രഘു തൻ്റെ ക്ലോക്കിൽ 3 AM മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് സെറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ 9 AM ആ ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശ ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ആദ്യം നമുക്കറിയേണ്ട കാര്യം ദിശയെക്കുറിച്ചുള്ളൊരു ബോധം വേണം അല്ലേ? ദിശാബോധം അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ആദ്യം ഒരു പ്ലസ് ചിഹ്നം ഇട്ട ശേഷം ഇതിന് നോർത്ത് ഡയറക്ഷൻ എവിടെ വരും? മുകളിൽ, വടക്ക് മുകളിൽ, താഴെ അതിൻ്റെ ഓപ്പോസിറ്റ് സൗത്ത്. ഇനി ഈസ്റ്റ് ആണ് ഡൗട്ട് വരിക. വരയ്ക്കുന്ന സമയത്ത് നിൻ്റെ വലത് കൈ ഇപ്പം നമ്മൾ എന്തെങ്കിലും നല്ലൊരു ഫംഗ്ഷൻ ചെയ്യണേ കിഴക്കോട്ടും നല്ല പറയാറ്. അപ്പോൾ കിഴക്ക് എന്ന് പറയുന്നത് വലത് കൈയുടെ ഭാഗത്ത് കിഴക്ക്, അതിൻ്റെ ഓപ്പോസിറ്റ് വെസ്റ്റ് പടിഞ്ഞാറ്. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ ക്ലോക്കിനെ വെച്ചിട്ടൊരു ചോദ്യം തരികയാണെങ്കിൽ ആദ്യം ഒരു ക്ലോക്ക് വരയ്ക്കണം. ക്ലോക്ക് വരച്ച ശേഷം ജസ്റ്റ് ഈ പ്ലസ് ചിഹ്നം അവിടെ ഇട്ട് കൊടുത്ത ശേഷം നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്ന് കൊടുക്കുക. നോർത്ത്,
ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. എപ്പോഴും ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ആണ്. ഞാൻ ഒന്നും കൂടി ഇതാ ക്ലോക്ക് വരയ്ക്കണം. ക്ലോക്കിൽ ആക്ച്വലി ഇതാ ക്ലോക്ക് ഇതാ വരച്ച ശേഷം നമ്പർ ഇട്ട് കൊടുക്കണം. 1 2 3 4 5 6 7 8 9 10 11. ഓക്കെ, 3 AM എന്ന് പറയുന്ന സമയത്ത് 3 AM എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവും അല്ലേ. ഇതിൽ മണിക്കൂർ സൂചി എവിടെ നിൽക്കുന്നുണ്ടാവും? 3-ലുണ്ടാവും. മിനിറ്റ് സൂചി 12-ലുണ്ടാവും. ഇവർ പറഞ്ഞ പോയിന്റ് അനുസരിച്ചിട്ട് ഇവിടെ നമ്മളോട് പറഞ്ഞത് മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് സെറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾ ഈ ക്ലോക്കിന് തിരിക്കാൻ പോകണ്ട, അതിനേക്കാൾ ബെസ്റ്റ് ഡയറക്ഷനെ തിരിക്കുക. എടാ, നോർത്ത് ഇവിടെ ഉണ്ടെങ്കിൽ മണിക്കൂർ സൂചി ഇവിടെ ഉള്ളത്, അപ്പോൾ ഈ ഡയറക്ഷൻ ഇവിടേക്ക് വരുന്ന സമയത്ത് നോർത്ത് ഇങ്ങോട്ട് വരും. ഒറിജിനൽ ഡയറക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. ഇവിടെ പറയാം നോർത്ത് ഇവിടെ ഉണ്ട്. നോർത്ത് എത്ര ഡിഗ്രി മൂവ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് എത്തുന്നത്? 90 ഡിഗ്രി. കാരണം ഒരു വൃത്തം എന്ന് പറയുന്നത് 360, അതിൻ്റെ പകുതി 180, അതിൻ്റെയും പകുതി 90 ഡിഗ്രിയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നോർത്ത് ഇങ്ങോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വെസ്റ്റ് ഇങ്ങോട്ട് വരില്ലേ? വെസ്റ്റ് അവിടെ വന്നു. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഈസ്റ്റ് എങ്ങോട്ട് വന്നിട്ടുണ്ടാവും? താഴോട്ട് വന്നിട്ടുണ്ടാവും. അതേമാതിരി തന്നെ ഈ സൗത്ത് എങ്ങോട്ട് പോയിട്ടുണ്ടാവും? ഇങ്ങോട്ട് പോയിട്ടുണ്ടാവില്ലേ? സെറ്റല്ലേ? കാരണം ആ ഡയറക്ഷൻ 90 ഡിഗ്രി മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഡയറക്ഷനും 90 മൂവ് ചെയ്യും. ഇനി നിങ്ങൾ ചോദ്യത്തിലേക്ക് കടക്കാം. അങ്ങനെയെങ്കിൽ 9 AM ആ ക്ലോക്കിലെ മിനിറ്റ് സൂചി ഏത് ദിശയിലായിരിക്കും എന്നാണ് ചോദ്യം അല്ലേ. മിനിറ്റ് സൂചി ഏത് ദിശയിൽ? ഇവിടെ നോക്കുന്ന സമയത്ത് 9 AM എന്ന് പറയുമ്പോൾ സമയം ഇതായിരിക്കില്ലേ? ഇപ്പോൾ എടുക്കണമെങ്കിൽ ജസ്റ്റ് കേട്ടാ, ഇതായിരിക്കില്ലേ സമയം? 9 AM എന്ന് പറയുമ്പോൾ ഇതിൽ ഏത് സൂചിയാണ് ചോദിച്ചിരിക്കുന്നത്? മിനിറ്റ് സൂചി എന്ന് പറയുമ്പോൾ ഇതാണ് മിനിറ്റ് സൂചി. ഈ മിനിറ്റ് സൂചി ഇപ്പം മുകളിലൊക്കെയാണ് നോക്കി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം മുകളിലുള്ള ദിശ ഏതാണ്? ഏതാടാ പറഞ്ഞോ? ഒന്നും നോക്കാനില്ല, പടിഞ്ഞാറ് ദിശ. ആൻസർ പടിഞ്ഞാറ് ദിശ. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ ഓപ്ഷൻ ഏതിലുള്ളത്? ഓപ്ഷൻ എ, പടിഞ്ഞാറ് ദിശ. ഓക്കെ, പൊളി. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ചോദ്യം കൂടി തരുന്നു. ഇപ്പം ഞാൻ ഇതേ വാച്ചിൽ ഞാൻ 6 AM സെറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മണിക്കൂർ സൂചി ഏത് ദിശയിലാണെന്ന് കമൻറ്റ് ചെയ്യില്ലേ? ഓക്കെ അല്ലേ? 6 AM കേട്ടോ. 6 AM മണിക്കൂർ സൂചി ഏത് ദിശയിലായിരിക്കും എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. ഡൗട്ടുള്ളവർ ഒന്നും കൂടി വീഡിയോ ഒന്ന് ഓടിച്ച് പിന്നോട്ട് വന്ന് ഒന്നും കൂടി റിപ്പീറ്റായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, സെറ്റ്. അടുത്തത് കലണ്ടർ എന്നുള്ള ചാപ്റ്റർ അല്ലേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. റീസണിങ്ങിൽ തന്നെ ഏറ്റവും നമ്മൾ സിമ്പിളാണെന്ന് വിചാരിച്ചാലും പക്ഷേ ഏറ്റവും ടഫായിട്ട് വരാറുള്ളതും നമുക്ക് തെറ്റാൻ സാധ്യതയുള്ളതും ഏറ്റവും മെയിനായിട്ടുള്ള ചാപ്റ്റർ കലണ്ടറാണ്. അതിൽ ഏറ്റവും കൂടുതൽ മെജോറിറ്റി വന്ന ഈ അടുത്ത കാലത്ത് പോലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു മോഡലാണിത്. ഒന്നുമില്ല, ഇവിടെ ആദ്യം അറിയേണ്ട കാര്യം, ഒരു കലണ്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് 2 തരം വർഷങ്ങളുണ്ട്. ഒന്ന് സാധാരണ വർഷം, മറ്റൊന്ന് അതിവർഷം. സാധാരണ വർഷത്തിൽ 365 ദിവസങ്ങളും അതിവർഷത്തിൽ 366 ദിവസങ്ങളും ഉണ്ടാകും. അത് എക്സ്ട്രാ വരുന്ന ദിവസം എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 29. നോർമലി ഫെബ്രുവരി 28 ഉള്ളൂ. ഇത് നമുക്ക് എക്സ്ട്രാ വരുന്ന ദിവസം എന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 29. ഓക്കെ, ഇനി ഒരു വർഷത്തെ ലീപ്പ് ഇയർ ആണോ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇപ്പോൾ 2012 തന്നു. ആ വർഷം ലീപ്പ് ഇയർ ആണോ എന്നറിയാൻ അവസാന രണ്ടക്കങ്ങൾ 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി. 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുന്ന സമയം നൂറ്റാണ്ടുകൾ ഹരിക്കേണ്ടത് 400 കൊണ്ടാണ്. അതായത് 100, 200, 300 ഇങ്ങനെയുള്ള വർഷങ്ങൾ ഹരിക്കേണ്ടത് 400 കൊണ്ടാണ്. പക്ഷേ സാധാരണ വർഷങ്ങൾ ലാസ്റ്റ് 2 ഡിജിറ്റ് 4ഓ 4ൻ്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ നമുക്ക് ഇതേ ലീപ്പ് ഇയർ എന്ന് വിളിക്കാം. ഹരിക്കുമ്പോൾ സിസ്റ്റം 0 വന്നാൽ മതി. ഓക്കെ, അതൊക്കെ ഒന്ന് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഈ ചോദ്യം ചെയ്യാൻ ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. ഒരു സാധാരണ വർഷം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ ദിവസമായിരിക്കും. ഒരു സാധാരണ വർഷം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1/1/2001 ഇതൊരു സാധാരണ വർഷമാണ് അല്ലേ. ഇത് ലീപ്പ് ഇയർ അല്ല. അവസാനം 2 അക്കങ്ങൾ നമുക്ക് 4 കൊണ്ട് എടുക്കാൻ പറ്റില്ല. ഇതൊരു തിങ്കളാഴ്ചയാണെന്ന് ഇരിക്കട്ടെ. ഈ വർഷം അവസാനിക്കുന്ന 31/12/2001 എന്താഴ്ച ആയിരിക്കടാ? പറഞ്ഞോടാ, എന്താണ്? തിങ്കളാഴ്ച ആയിരിക്കും.
അപ്പോൾ അത് തിങ്കളാഴ്ച ആയിരിക്കും. അപ്പോൾ ഒരു സാധാരണ വർഷം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ ആഴ്ചയായിരിക്കും. അത് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇതേ തന്നെ അതിവർഷം ഫെബ്രുവരി 29 ഉള്ള അതിവർഷങ്ങൾ ഇവിടെ നോക്കിക്കോളെ. 1/1/2008 എന്നിരിക്കട്ടെ. ഇതൊരു ഫ്രൈഡേ, ഒരു വെള്ളിയാഴ്ചയാണെന്ന് ഇരിക്കട്ടെ. ഈ വർഷം അവസാനിക്കുന്ന 31/12/2008 ഒന്നും നോക്കാനില്ല, ഇതിൻ്റെ ഒരു ദിവസം കഴിഞ്ഞായിരിക്കും, അതായത് സാറ്റർഡേ. വെള്ളിയാഴ്ചയിൽ അവസാനിക്കില്ല. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി 29 വരുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം അങ്ങോട്ട് നീങ്ങില്ലേ. അപ്പോൾ ഇത് അവസാനിക്കുന്നത് തമ്മിൽ ഒരു ദിവസത്തെ വ്യത്യാസം ഉണ്ടാവും. ഇത് ഫ്രൈഡേ ആണെങ്കിൽ ഇത് സാറ്റർഡേ ആയിരിക്കും. അതേ നോർമൽ ഇയറിൽ ഒന്നുകൂടി പറയണേ, തിങ്കളാഴ്ച തുടങ്ങിയാൽ തിങ്കളാഴ്ച അവസാനിക്കും. പക്ഷെ ഇതിൽ നമുക്ക് വെള്ളിയാഴ്ച തുടങ്ങിയാൽ ശനിയാഴ്ച അവസാനിക്കും, തിങ്കളാഴ്ച തുടങ്ങിയാൽ ചൊവ്വയിൽ അവസാനിക്കും. ഇത് മൈൻഡിൽ വയ്ക്കുക. ഇനി നമുക്ക് ഈ ചോദ്യത്തിലേക്ക് കയറാം. ഓക്കെ, അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. പുതുവർഷം സ്റ്റാർട്ട് ചെയ്തിരിക്കണേ. ഈ 2026 ഒരുപാട് എക്സാം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു പുതുവർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, ഇടയിലൊന്ന് ഗ്യാപ്പിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ സെറ്റ്. അപ്പോൾ ഇതിൻ്റെ ട്രിക്ക് ഞാൻ പറയണേ. ഇത്രയൊന്നും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നുമില്ല, ഈ വർഷങ്ങളുടെ ഗ്യാപ്പ് എടുക്കുക. 2005 കൂടെ എത്ര വർഷം കൂട്ടിയാൽ 2015 വരും? ഒന്നും നോക്കാനില്ല, 10 വർഷങ്ങൾ. 10 വർഷങ്ങൾ അല്ലേ? 2005 കൂടെ എത്ര വർഷം കൂട്ടിയാൽ 2015 വരും? ഓക്കെ, അതെഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതിലെ ഏതൊക്കെയാണ് ലീപ്പ് ഇയേഴ്സ്? വെറും ലീപ്പ് ഇയർ മാത്രം നോക്കിയാൽ പോരാ, ഫെബ്രുവരി 29 ഉണ്ടോ എന്നും കൂടി നോക്കണം. എന്തുകൊണ്ടാണ് ഇത് എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ, ഇത് 2015 ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ 2016 ആണെങ്കിൽ അതൊരു ലീപ്പ് ഇയർ ആയിരിക്കും. പക്ഷെ ഫെബ്രുവരി 29 ഉണ്ടോ? ഇല്ല. അവിടെയാണ് കാര്യം. അപ്പം നിങ്ങളൊന്നും വിചാരിക്കരുത്. നമ്മൾ ഒറ്റ കാര്യമുള്ളൂ, ഫെബ്രുവരി 29 ഉണ്ടോ എന്ന് നോക്കുക. എത്ര ഫെബ്രുവരി 29 ഇതിലുണ്ടാവും? 2008 ഫെബ്രുവരി 29 ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞോടാ 2012 ഒന്നുണ്ടാവും. പിന്നെ ഉണ്ടോ? ഇല്ല, കാരണം 2015 വരെ ഉള്ളൂ. അപ്പോൾ ആകെ 2 ഫെബ്രുവരി 29 ഉള്ളൂ. ആദ്യം വർഷത്തിൻ്റെ ഗ്യാപ്പ് എടുത്തു. സെക്കൻഡ് സ്റ്റെപ്പ്, എത്ര ഫെബ്രുവരി 29 ഉണ്ടെന്ന് നോക്കിയപ്പോൾ 2. ഒന്നുകൂടെ ഇതൊന്ന് ആഡ് ചെയ്യുക. ആഡ് ചെയ്തപ്പോൾ 12 കിട്ടി. കലണ്ടറുടെ അവസാന സ്റ്റെപ്പ്, എല്ലാ ക്വസ്റ്റ്യനും ഏകദേശം മാക്സിമം ക്വസ്റ്റ്യൻസിലും അവസാന സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ കിട്ടിയ ദിവസത്തെ ആഴ്ചകളാക്കി ബാക്കി എക്സ്ട്രാ വരുന്ന ദിവസമാണ് ഓഡ് ഡേയ്സ്. അതെടുക്കണം. അതിന് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഈ കിട്ടിയ 12നെ 7 കൊണ്ട് ഹരിക്കുക. കിട്ടുന്ന ഉത്തരം നമുക്കിവിടെ ആവശ്യമില്ല, നമുക്ക് കിട്ടേണ്ട സിസ്റ്റമാണ് ആവശ്യം. എത്ര സിസ്റ്റം കിട്ടും? 5 കിട്ടും. 12നെ 7 കൊണ്ട് ഹരിച്ചാൽ 5 സിസ്റ്റം കിട്ടും. ഇത്രയുള്ള എന്ത് കിട്ടിയാലും ശരി, ഈ തുടക്കം തന്നിരിക്കുന്ന വെള്ളിയാഴ്ചയുടെ കൂടെ കൊണ്ടുപോയി ആഡ് ചെയ്യുക. ഇപ്പോൾ എന്താഴ്ചയാലും ശരി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്ത് സിസ്റ്റം കിട്ടിയാലും ആഡ് ചെയ്യുക. 0 കിട്ടിയാലും ആഡ് ചെയ്യുക, 1 കിട്ടിയാലും ആഡ് ചെയ്യുക, എന്ത് കിട്ടിയാലും ആഡ് ചെയ്യുക. അപ്പോൾ വെള്ളി ഇത്രയേ ഉള്ളൂ. തന്ന സ്റ്റാർട്ടിങ് ദിവസം ഫ്രൈഡേ ആണ്. അതിൻ്റെ കൂടെ 5 കൂട്ടിയാൽ ഒന്നും നോക്കാൻ നമുക്ക് ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ. എൻ്റെ ആൻസർ ബുധൻ. ഓപ്ഷനിലില്ലേ? ഓപ്ഷൻ സി, ബുധൻ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടി ഞാൻ എടുത്ത് പറയണേ. ഫസ്റ്റ് സ്റ്റെപ്പ്, ഇവയുടെ വർഷത്തിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ 10. സെക്കൻഡ് സ്റ്റെപ്പ്, എത്ര ഫെബ്രുവരി 29 നോക്കുക? 2. അതിനൊന്ന് ആഡ് ചെയ്യുക. ആ ആഡ് ചെയ്ത് കിട്ടിയ ഉത്തരത്തെ 7 കൊണ്ട് ഹരിക്കുക. കിട്ടുന്ന ഉത്തരമല്ല വേണ്ടത്, നമുക്ക് സിസ്റ്റമാണ് വേണ്ടത്. എന്ത് സിസ്റ്റം കിട്ടിയാലും ശരി, തുടക്കക്കാരൻ്റെ കൂടെ കൊണ്ടുപോയി കൂട്ടുക. വെള്ളിയാഴ്ച +5, എൻ്റെ ആൻസർ ബുധനാഴ്ച കേട്ടോ. ഓക്കെ, സെറ്റ്. അപ്പോൾ ഈ നോട്ട്സൊക്കെ ഒന്ന് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. നിങ്ങൾക്ക് കൂട്ടായിട്ട് എന്നും എയ്സ് ഉണ്ടാവും. കട്ടയ്ക്ക് നിൽക്കുക, നമ്മൾ ഉഷാറാക്കും. 2026 നമുക്കുള്ള വർഷമാണെന്നുള്ള ഉറപ്പ് നിൽക്കുക. അപ്പോൾ സെറ്റാവട്ടെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. നന്നായി പഠിക്കുക. ബൈ.